എല്ലാവർക്കും വിമസ് ടാക്കീസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷിയാസ് കരീം വീണ്ടും ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിൽ പെട്ടിരിക്കുകയാണ്. ഷിയാസ് കരീം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിവാദമായ വാർത്തകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, അനുമോളുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ അനുമോള നീ BJP ആണോ ബീഫ് കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വൈറലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പം ഷിയാസ് കരീമിന് മറ്റൊരു പ്രശ്നം ചെന്ന് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം പോലീസിലാണ് ഈ സ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഷിയാസ് കരീം തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത് സാമ്പത്തികമായി പൈസ തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. ലൈംഗിക ചൂഷണമാണ്, പീഡനമോ ബലാത്സംഗമോ ഒന്നുമല്ല. സംഗതി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷിയാസ് കരീമും ഈ യുവതിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പം ഈ ബന്ധത്തിനിടയിൽ ഈ യുവതിയുടെ കയ്യിൽ നിന്നും ജിമ്മ് തുടങ്ങാനെന്നും പറഞ്ഞ് പല തവണയായിട്ട് പൈസ വാങ്ങിച്ചു വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ലൈംഗികമായി ചൂഷണം ചെയ്ത് പൈസ വാങ്ങിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഈ യുവതി തിരിച്ച് പൈസ ചോദിച്ചപ്പോൾ യുവതിയുടെ നഗ്ന വീഡിയോ പോൺ സൈറ്റിൽ ഇടും എന്നും പറഞ്ഞാണ് ഷിയാസ് കരീം ഭീഷണിപ്പെടുത്തിയത് എന്നാണ് കേസ്. കേസിന് ആസ്പദമായിട്ടുള്ള വീഡിയോ റെക്കോർഡിങ്സും ഓഡിയോ റെക്കോർഡിങ്സ് എല്ലാം ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഷിയാസിക്ക ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നതൊക്കെ, നീ ഞാനുമായിട്ടുള്ളത് സ്റ്റാറ്റസ് ഇടരുത്, ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവുമെന്നുള്ള ഓഡിയോസൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഷിയാസ് കരീം ഇത് ആദ്യമായിട്ടുള്ള ഒരു പെണ്ണേഴ്സിൽ പെടുന്നത്. നേരത്തെയും ഇതേ കേസിൽ ഷിയാസ് കരീം പെട്ടിട്ടുണ്ട്. അപ്പം ഷിയാസ് കരീം കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എന്തൊക്കെയോ വലിയ ഇതായിരുന്നു, തൻ്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ താൻ ചെയ്യുള്ളൂ എന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയ ഒരാളാണ്. എന്നിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ കാണിക്കുന്നത്. എന്നിട്ടും ഇന്നലെ പറഞ്ഞത് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് എന്നാണ്. എന്നിട്ട് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോടാണ് ഷിയാസ് കരീമിൻ്റെ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ വൃത്തിയടക്ക ഷിയാസ് കരീം പറഞ്ഞിട്ടുള്ളത്. ഇതിലെനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് പറയാനുള്ളത്, രാഹുൽ ഈശ്വർ ദയവ് ചെയ്ത് താങ്കൾ ഈ ഒരു കേസിൽ ഇടപെടരുത്. ഇത് ജെന്യുവിനായിട്ടുള്ള ഒരു കേസാണ്. ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ പീഡനക്കാർക്ക് മാത്രം ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരതല്ല. പുരുഷന്മാർ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിൽ കൂടി നിങ്ങൾ ഇടപെടണം. അല്ലാതെ ഈ പീഡനം വരുമ്പോൾ മാത്രം ആ പീഡനം അപ്പോൾ നിന്ന ആൾക്കെതിരെ സപ്പോർട്ടുമായി വരുന്നത് ശരിയല്ല. മാത്രമല്ല, ഇങ്ങനെ വരുന്ന കേസുകൾ ജെന്യുവിൻ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. അല്ലാതെ വെറുതെ ചാടി ഇറങ്ങി ഇനിയിപ്പോൾ ഭാവിയിൽ പുരുഷന്മാർക്കെതിരെ ഫേക്ക് കേസ് വന്നാൽ പോലും കൂടി ഇപ്പം ആരും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ആവശ്യമില്ലാത്ത കേസുകളിൽ അല്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള ഈ കേസുകളിലൊന്നും ചെന്ന് പെട്ട് മെൻസ് കമ്മീഷൻ്റെ വില കളയരുത് എന്നാണ് എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്. ശരി.